ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിൽ വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കായപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ടൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ അത് നമുക്ക് ഉരുട്ടി ബോൾ ഷേപ്പാക്കിയിട്ട് മാറ്റാം. നമ്മുടെ ഉള്ളം കൈയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ബോൾ ഷേപ്പായിട്ട് കിട്ടും. കണ്ട, ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചൂടായ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇട്ട് വെക്കുക. എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോഴേ നമ്മുടെ ബോൾസ് 2 പുറം വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഇതുപോലെ വറുത്ത് കോരി എടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കണം. പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് എല്ലാം വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.